പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് IDA കൊയിലോൺ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജാസ്മിൻ AL. ശബ്ദമിശ്രണം ശിവപ്രിയൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ ജാസ്മിൻ AL, സെക്രട്ടറി IDA കൊയിലോൺ ബ്രാഞ്ച്. നമ്മുടെ പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചെറിയൊരു ടോക്ക് നൽകാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച ലോക പുകവലി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പുകവലിക്കാരെ സഹായിക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ പുകവലിയുടെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി നാം ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. 1984 ആഷ് ബുധൻ ദിനത്തിലാണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ പുകവലി വിരുദ്ധ ദിന ബോധവൽക്കരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത്. അന്നു മുതൽ പുകവലിയുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വാർഷികാഘോഷ പരിപാടിയായി ഇത് മാറിക്കഴിഞ്ഞു. പുകവലി എന്നേക്കുമായി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന് പിന്നിലെ മുദ്രാവാക്യം. പുകവലിക്കുന്നവരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് വായിലെ ക്യാൻസർ. സ്ത്രീകളിൽ 4ാം സ്ഥാനത്തും പുരുഷന്മാരിൽ 1ാം സ്ഥാനത്തും നിൽക്കുന്ന അർബുദമാണിത്. വിചാരിച്ചു കഴിഞ്ഞാൽ തടയാൻ കഴിയുന്ന ക്യാൻസർ എന്നാണ് വായിലെ അർബുദത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നിരുന്നാലും തിരിച്ചറിയാൻ വൈകുന്നതുകൊണ്ടാണ് ഇത് അപകടകരമായ ക്യാൻസറായി കണക്കാക്കപ്പെടുന്നത്. ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതിലുപരി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണ് ഈ രോഗത്തെ കൂടുതൽ അപകടകരമാക്കി മാറ്റുന്നത്. മിക്കപ്പോഴും ഇത്തരം ക്യാൻസർ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്നതൊന്നുമല്ല. ക്യാൻസറിന് മുന്നോടിയായി നമ്മുടെ വായിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത്തരം അവസ്ഥകളെ പൂർവാർബുദ അവസ്ഥകൾ അഥവാ പൊട്ടൻഷ്യലി മാലിഗ്നന്റ് ഡിസോർഡേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായി ക്യാൻസറിന് മുന്നോടിയായി കാണപ്പെടുന്ന ഒന്നാണ് ധവളദേഹം അഥവാ ലൂക്കോപ്ലേക്കിയ. വായിലെ ഉൾഭാഗത്ത് കവിളിൽ അല്ലെങ്കിൽ നാവിൻ്റെ വശങ്ങളിൽ കാണപ്പെടുന്ന നേർത്ത വരകളായിട്ടാണ് ഇവ കാണാറുള്ളത്. വേദനരഹിതമായതുകൊണ്ടാണ് ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്നത്. അത് പിന്നെ ക്യാൻസർ ആവുകയും ചെയ്യാറുണ്ട്. ഇതുപോലെ വായ്ക്കകത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓറൽ പത്തോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി വിദഗ്ധ പരിശോധന നടത്തേണ്ടതാണ്. ഇതുപോലെ തന്നെ വായ്ക്കകത്ത് കാണപ്പെടുന്ന ചുവന്ന പാടയാണ് എർത്രോപ്ലേക്കിയ അല്ലെങ്കിൽ ശോണരേഖ എന്ന് നമ്മൾ പറയാറുള്ളത്. ചിരലിൽ ഇത് രണ്ടും ഒരുമിച്ച് വരാറുണ്ട്. അതുപോലെ വായ്പുണ്ണ് പലരിലും ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്നു. വായിലെ ഒരുവിധം എല്ലാ മുറിവുകളും വായ്പുണ്ണും സാധാരണ രീതിയിൽ 2-3 ആഴ്ച കൊണ്ട് ഉണങ്ങാറുണ്ട്. വായിൽ കാണുന്ന ഇത്തരത്തിലുള്ള മുറിവുകൾ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും തട്ടിയുള്ള മുറിവുകൾ ഉണ്ടായാൽ കവിളിനോട് ചേർന്ന് നിൽക്കുന്ന പല്ലുകൾ തട്ടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ വായിൽ നിരതെറ്റിയ പല്ലുകൾ മൂലമുണ്ടാവുന്ന മുറിവുകളോ അല്ലെങ്കിൽ നമ്മുടെ കമ്പി ഇടുന്നതിൻ്റെ ഭാഗമായി കമ്പികൾ മൂലമുണ്ടാവുന്ന മുറിവുകളോ വെപ്പു പല്ലിലെ കമ്പികൾ തട്ടി ഉണ്ടാവുന്ന മുറിവുകളോ സ്ഥിരമായി ഒരേ ഭാഗത്ത് തന്നെ തട്ടി മുറിവുകൾ വന്നാൽ ക്യാൻസറിനു സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതെടുത്തു കളയുകയോ അല്ലെങ്കിൽ രാഗിക്കളയുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്ന് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. ഇത് പലപ്പോഴും ഉണ്ടാകുന്നത് പാക്ക് അല്ലെങ്കിൽ അടയ്ക്ക അല്ലെങ്കിൽ പുകയില എന്നിവയുടെ ഉപയോഗം കൊണ്ടാണ്. ഇവയിൽ അടങ്ങിയിട്ടുള്ള രാസസംയുക്തങ്ങളാണ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന അവസ്ഥയിലേക്ക് വഴിതെളിക്കുന്നത്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള ചില ആൽക്കലോയിഡ് ഫലമാണ് ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനാകുന്നത്. ഈ അവസ്ഥയിൽ വാ തുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. പുകയില ഉപയോഗിക്കുന്നവർ ഒന്നുകിൽ അത് വലിക്കുകയോ അല്ലെങ്കിൽ അത് ചവയ്ക്കുന്ന രീതിയിലായിരിക്കും ഉപയോഗിക്കുക. ചവയ്ക്കുന്ന പുകയില തീർച്ചയായിട്ടും വലിക്കുന്ന പുകയിലേക്കാൾ കൂടുതൽ അപകടകാരിയാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് ഒരു പൗച്ച് പോലെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ചുണ്ടിലോ അല്ലെങ്കിൽ കവിളിലോ അല്ലെങ്കിൽ നാക്കിൻ്റെ ഉൾഭാഗത്തോ വയ്ക്കാറുണ്ട്. ഇതുമൂലം അവിടെ ഒരു ടൊബാക്കോ പൗച്ച് കെരട്ടോസിസ് എന്ന രൂപഭേദം ഉണ്ടാകാറുണ്ട്. ഇത് ഭാവിയിൽ പിന്നീട് ക്യാൻസറായി മാറുകയും ചെയ്യുന്നു.
എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു 1.5 മിനിറ്റ് എടുത്ത് നാം സ്വയം പരിശോധന നടത്തുകയാണെങ്കിൽ വായിലെ ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. ചുണ്ടിൻ്റെ വശങ്ങളിൽ, ചുണ്ടിൻ്റെ പുറമെ കാണുന്ന ഭാഗങ്ങളിൽ, നാവിൻ്റെ വശങ്ങളിൽ, നാവിൻ്റെ അടിഭാഗം, കവിളിൻ്റെ ഉൾഭാഗം, അണ്ണാക്കിൻ്റെ ഭാഗം, ടോൺസിൽസ്, വായിലെ പുറകുവശം എന്നീ ഭാഗങ്ങൾ പരിശോധിച്ച് വെളുത്തതോ അല്ലെങ്കിൽ ചുവന്ന പാടുകൾ, ഉണങ്ങാത്ത മുറിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും കാണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓറൽ പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ആ ഭാഗത്ത് ഉള്ള ചെറിയൊരു ഭാഗം എടുത്ത് പരിശോധന നടത്താവുന്നതാണ്. ഇതിനെ നമ്മൾ ബയോപ്സി എന്നാണ് പറയുന്നത്. എല്ലാ ബയോപ്സിയും റിസൾട്ടുകളും ഒരിക്കലും ക്യാൻസർ ആവണമെന്നില്ല. ചില കോശങ്ങളെ ശേഖരിച്ച് പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. കോശങ്ങളിലുള്ള വ്യതിയാനങ്ങൾ ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയും. എത്രയും നേരത്തെ ബയോപ്സി ചെയ്താൽ ഇത് ക്യാൻസറായി മാറുന്നുണ്ടോ എന്നറിയാൻ കഴിയും. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ചികിത്സാ രീതി തേടുകയാണ് വേണ്ടത്. ഇത് ക്യാൻസർ പടരുന്നതിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിലും നിന്നും നമുക്ക് തടയാൻ കഴിയും. ആദ്യഘട്ടങ്ങളിൽ കണ്ടെത്താൻ കഴിയാതിരുന്നാൽ ചില ഭാഗങ്ങൾ മുറിക്കുകയോ അല്ലെങ്കിൽ റേഡിയേഷൻ നൽകുകയോ അല്ലെങ്കിൽ കീമോതെറാപ്പി എന്നിവ ചെയ്യേണ്ടതായി വരാറുണ്ട്. മുൻകൂട്ടി നിർണയിച്ചാൽ ഏതു ക്യാൻസർ രോഗവിമുക്തി സാധ്യമാണ്. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തുടക്കത്തിലേ നമ്മളത് കണ്ടെത്തുക, അതിനു വേണ്ട ചികിത്സ നമ്മൾ കൈക്കൊള്ളേണ്ടതാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു മികച്ച മാർഗമാണ് സിഗരറ്റ് എന്ന് ഗുൾട്ട് വോനെഗറ്റിൻ വാക്കുകളിൽ പുകവലിയുടെ ഭീകരത നമുക്കറിയാൻ കഴിയും. പുകവലി നിങ്ങളുടെ വാ മാത്രമല്ല, ശ്വാസകോശം മാത്രമല്ല, ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നു. ഇത് വർഷങ്ങളോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും പുകവലി വിരുദ്ധ ദിനം ആചരിക്കുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ആ ശ്രമം വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 10 പേരിൽ ഒരാളെങ്കിലും ആ ദിവസം പുകവലി ഉപേക്ഷിച്ചതായി നിരീക്ഷിക്കപ്പെട്ടു. കൂടാതെ ഈ ദിനം പ്രത്യാശ, ശാക്തീകരണം, പുകവലി രഹിത ഭാവിയിലേക്കുള്ള പ്രതിബദ്ധത എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് IDA കൊയിലോൺ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജാസ്മിൻ AL. ശബ്ദമിശ്രണം ശിവപ്രിയൻ.